ഗൈസ് വെൽക്കം ടു സൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നമ്മൾ ലൈവ് വരുന്നു, വീഡിയോസായിട്ട് എടുത്തില്ല. ഇന്ന് വീഡിയോ എടുക്കാൻ ആളുണ്ടായതുകൊണ്ട് പിന്നെ നമ്മൾ വീഡിയോ എടുക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ബിറ്റ് കോയിൻ 90K റേഞ്ചിലുണ്ട്. ഈ മന്ത് 93 എബോവ് ക്ലോസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഒരു 4 ഇയർ സൈക്കിൾ ഗ്രീനിൽ ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് ഇയർ ഡാർക്ക്, അതായത് റെഡിൽ ക്ലോസ് ചെയ്യുന്ന സെറ്റപ്പ്. അപ്പോൾ ആ ഗ്രീനിൽ ക്ലോസ് ചെയ്തതിൻ്റെ കൊണ്ടുള്ള ഒരു മൂവ്മെൻറ്റ്, ആ മൂവ്മെൻറ്റിൻ്റെ ഇടയിൽ ഒരു ആൾട്ട് സൈക്കിൾ, അതാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ചെറിയൊരു വിൻഡോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അമേരിക്കൻ സെറ്റപ്പ് ഓഫ് വ്യൂവിൽ റേറ്റ് കട്ട്സ് 3 മന്തായി ഉണ്ട്. ഏകദേശം 25 കിട്ടിയിരുന്നു. QT എൻഡിങ് ഉണ്ട്, എല്ലാം ഓക്കെയാണ്. എന്നിട്ട് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ, ഈ ജപ്പാൻ റേറ്റ് ഹൈക്ക് ചെയ്യും എന്നുള്ളൊരു ന്യൂസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മാർക്കറ്റിനെ സംബന്ധിച്ചുള്ള ഒരു ഡാർക്ക് തന്നെയാണ്. എന്ത് പറഞ്ഞാലും വേൾഡ് ഈ സ്ട്രെങ്ത് ഉള്ള കൺട്രീസിൻ്റെ ഈ റേറ്റ് കട്ട്സുകളൊക്കെ എല്ലാ സാധനങ്ങളും നമ്മളെ ബാധിക്കുന്നുണ്ട്. അതൊരു ഇപ്പോൾ ഇതിൻ്റെ അടുത്തൊരു ട്രോള് കണ്ടിരുന്നു. ടാരിഫ് സിൽവറിന് അലൂമിനിയം കൂട്ടുമ്പോഴും ഇത്തീരം ഡൗൺ ആകുന്ന, ഇത്തീരം സിൽവറിനോണ്ടാണ് ഉണ്ടാക്കിയതെന്ന് ചോദിക്കുന്ന പോലെയാണ് നമ്മുടെ ക്രിപ്റ്റോൻ്റെ അവസ്ഥ. പൂർണ്ണമായിട്ടും എല്ലാ ന്യൂസുകളും മാനിപ്പുലേഷൻ സെറ്റപ്പിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഹെവി ന്യൂസുകളുണ്ട്, ഒരു പുഷ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത്. BTC ഡോമിനൻസ് അങ്ങനെ തന്നെ അവിടെ നിന്ന് റിജക്ഷൻ വരുന്നുണ്ട്. നമ്മൾ 10X നമ്മൾ 2-3 കോയിൻസ് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അത് എല്ലാവർക്കും വേണ്ടി മെൻഷൻ ചെയ്യാൻ വേണ്ടിക്ക് നമ്മൾ ഉപയോഗിച്ച സിഗ് പോലുള്ള, പിന്നെ നിയോ പോലുള്ള ഇങ്ങനെ 2-3 കോയിൻസുകൾ പ്രത്യേകിച്ച്, അത് ഇൻഡിവിജ്വലായിട്ട് ഓൾറെഡി എടുത്തവരുണ്ടെങ്കിൽ 10Xലെ കോയിൻസ് ഗ്രൂപ്പിൽ പ്രീമിയം മെമ്പേഴ്സ് അല്ലാത്തവരുണ്ടെങ്കിൽ ടെലഗ്രാമിലൊന്ന് മെസ്സേജ് അയക്കുക. പൊതുവേ അതിൻ്റെ ഫെർദർ അപ്ഡേറ്റ്സ് നമ്മളെ പ്രീമിയം ഗ്രൂപ്പിൽ ഉണ്ടായിട്ടുണ്ടാവുക. അതുകൊണ്ട് നിങ്ങളും ചിലപ്പോൾ അതിൽ നിന്നൊരു ഒഴിഞ്ഞു പോയവരാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അപ്ഡേറ്റ്സ് വേണമെങ്കിൽ മെസ്സേജ് അയക്കാം. പിന്നെ ഈ സമയങ്ങളിൽ ഞാൻ ക്രിപ്റ്റോ ഓപ്ഷൻസ് ഉണ്ട്, നമുക്കവിടെ ക്രിപ്റ്റോ കൂടുതലായിട്ട് സജീവമാകുന്നതോടൊപ്പം തന്നെ ക്രിപ്റ്റോൻ്റെ വേറൊരു സഹോദരനാണ് ഫോറക്സ് ട്രേഡ്. ഫോറക്സ് ട്രേഡിങ് എന്തുകൊണ്ട് ക്രിപ്റ്റോസാൻഡ് ചെയ്യുന്നില്ല? അത് കുറച്ചും കൂടി ഓപ്ഷൻസ് അല്ലേ, കുറച്ചും കൂടിയും റിട്ടേൺസ് വരുന്നുണ്ടല്ലോ, ക്രിപ്റ്റോ പോലെ അത്ര വോളറ്റൈൽ ഇല്ലല്ലോ, കുറച്ചും കൂടിയും സ്റ്റേബിൾ അല്ലേ എന്നുള്ള ഒരു ന്യൂസ് നമുക്ക് അന്നേരം കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഒരു വിഷയങ്ങളിൽ നമുക്ക് കൂടുതൽ പഠിക്കാണ്ട് ചെയ്യുന്നത് തീരെ അർത്ഥം ഉണ്ടാവില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഇത്രയും മാനിപ്പുലേഷൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ കൂടുതൽ സിഗ്നൽസ് ആഡ് ചെയ്യാണ്ടിരുന്നതിൻ്റെ കാരണം നമ്മളിപ്പോൾ എത്തീരം ആഡ് ചെയ്യുന്നത്. എത്തീരത്തിൽ എനിക്കൊരു ചെറിയൊരു പ്രതീക്ഷ ബിറ്റ് കോയിനേക്കാട്ട് ഇനി അങ്ങോട്ടുണ്ട് കുറച്ച് കാലയളവിൽ. എന്തായാലും ബിയർ മാർക്കറ്റ് സെറ്റപ്പിലേക്ക് നമ്മൾ പോകുന്നുള്ളതിൽ ഒരു ഡൗട്ടും ആയിരിക്കില്ല, എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഒരു കാലയളവിൽ എത്തീരിയം കുറച്ചൊന്ന് ഔട്ട് പെർഫോം ചെയ്യുന്ന രീതിയിലേക്ക് പോകും എന്നുള്ള ഇതുകൊണ്ട് നമ്മളിപ്പോൾ എത്തീരിയം ലോങ് ഇട്ടിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട്. അത് ചെറിയ റിസൾട്ട് പോലെ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ആ ഒരു വിഷയത്തിൽ നമ്മൾ കൂടുതൽ പഠിക്കാണ്ട് ഇറങ്ങരുതെന്നുള്ളൊരു ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നമ്മൾ ഫോറക്സ് റിലേറ്റഡായി സ്റ്റഡിയിലായിരുന്നു. അപ്പോൾ ഈ സ്റ്റഡീസിലൂടെ നമുക്ക് മനസ്സിലായത്, നമുക്ക് ക്രിപ്റ്റോ ചെയ്യുന്ന ഒരാൾക്ക് എന്തുകൊണ്ടും ഫോറക്സിലും കൂടി ഒന്ന് ആക്റ്റീവ് ആകുന്നതിൽ വലിയ ഡാർക്കില്ല. പക്ഷേ വളരെ സൂക്ഷ്മതയോടെ നമ്മൾ, കാരണം ക്രിപ്റ്റോ എന്ന് കിട്ടുന്ന അത്ര ഡാർക്കും ആ ഒരു എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഫോറക്സ് നമുക്ക് നൈസായിരിക്കും. നമ്മൾ കഴിഞ്ഞ മാസങ്ങളായിട്ട് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഫോറക്സ്. അപ്പോൾ ഫോറക്സും കൂടി നമ്മളെ മെമ്പേഴ്സിന് നമുക്ക് ഫോറക്സ് സിഗ്നൽ ട്രേഡിങ് കൂടി ആക്റ്റീവ് ആക്കാമെന്നുള്ള പ്ലാനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അതായത് ഫോറക്സ് ട്രേഡ് പ്ലസ് ക്രിപ്റ്റോ ട്രേഡ് എന്ന് കരുതി ചില ആൾക്കാർ ചോദിക്കുക, അപ്പോൾ ക്രിപ്റ്റോ ഇല്ലേ ഇനി ഫോറക്സ് മാത്രം? അങ്ങനെയല്ല, ഫോക്കസ് ക്രിപ്റ്റോ തന്നെയാണ്, ക്രിപ്റ്റോ ആണ് ബേസ്. പക്ഷേ അതിൻ്റെ കൂടെ നമുക്കിപ്പോൾ എല്ലാ ദിവസങ്ങളിലും ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്. ചില വോളറ്റൈൽ ഏരിയ, ന്യൂസ്, അങ്ങനെയൊക്കെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒരു ഇത്തീരിയം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ വെച്ച് പിന്നെ ഒരു ട്രേഡ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഡാർക്ക് ഡേ, വോളറ്റൈൽ ഡേ വരുന്ന ഒരു ഡേ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നമ്മൾ ട്രേഡ്സ് ഒരുപാട് കുറക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ഡേകളിൽ ഫോറക്സ് ട്രേഡ് ഇതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതും കൂടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള ഓൾറെഡി ഉള്ള പ്രീമിയം മെമ്പേഴ്സിന് എന്തായാലും ഫോറക്സ് പ്ലസ് ക്രിപ്റ്റോ ട്രേഡ് കിട്ടുന്നുണ്ട്. പുതുതായി വരുന്നവർക്ക് ഇതും യൂസ്ഫുൾ. പ്രത്യേകിച്ച് ഒരുപാട് ഫോറക്സ് ട്രേഡേഴ്സ് നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അവരൊക്കെ ഈ ക്രിപ്റ്റോ ട്രേഡിങ് മാത്രമായതുകൊണ്ട് തന്നെ നമ്മളുമായിട്ട് കോൺടാക്റ്റ് കീപ്പ് ചെയ്യാത്തവരുണ്ട്. അപ്പോൾ അവർക്കും ഇനി കോൺടാക്റ്റ് ചെയ്യാം. പ്രത്യേകിച്ച് ഫോറക്സ് ട്രേഡേഴ്സ് ഉള്ള ആൾക്കാർ, ഓൾറെഡി ട്രേഡ് ചെയ്യുന്നവരൊക്കെ എനിക്കും കുറച്ച് ഹെൽപ്ഫുൾ ആവുന്നതുകൊണ്ട് തന്നെയാണ്. എനിക്ക് കുറച്ച് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാമല്ലോ. അപ്പോൾ ഓൾറെഡി ഫോറക്സ് ട്രേഡ് ചെയ്യുന്നവർ നിർബന്ധമായിട്ട് എൻ്റെ ടെലഗ്രാമിൽ മെസ്സേജ് അയക്കുക, നമുക്കൊന്ന് സംസാരിക്കണം. നമുക്ക് അതിൽ എനിക്ക് ഉള്ള കോൺസെപ്റ്റിൽ നിന്ന് എത്രത്തോളം മാറ്റങ്ങളുണ്ടോ, ഞാൻ ഇതുവരെ കഴിഞ്ഞ മാസങ്ങളായിട്ട് ഫോക്കസ് ചെയ്ത ഏരിയയിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകളുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ചൂണ്ടിക്കാട്ടാം. അത് നമ്മളെ മെമ്പേഴ്സിന് യൂസ് ആയിരിക്കും, നിങ്ങൾക്കും യൂസ് ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ഒരു ഫീൽഡും കൂടി ഏറ്റെടുക്കാൻ പോവുകയാണ്. ഈ ക്രിപ്റ്റോ റിലേറ്റഡ് അപ്ഡേറ്റ്സ് ഈ മന്ത് 93 എബോവ് ആവുക. ഡാർക്ക് ഫേസ് വരുന്നത് ഈ ജാപ്പാൻ റേറ്റ് കട്ട്സിൻ്റെ റേറ്റ് ഹൈക്കിൻ്റെ റിലേറ്റഡ് ആയിട്ടാണ്. നമുക്ക് നോക്കാം. എന്തായാലും 90, 86, 93 ഇടയിൽ പോകുന്നുണ്ട്. ഏതെങ്കിലും ഒരു ടൈം 93 ബ്രേക്ക് ചെയ്യുക, 15 വീക്ക് EMAയിലേക്ക് പോവുക, അതിൻ്റെ ഇടയിൽ BTC ഡോമിനൻസ് ഉണ്ടാവുക എന്നുള്ളതാണ്. പക്ഷേ
ചില കോയിൻസുകൾ ഫോക്കസ്ഡ് ആൾട്ട് സീസൺ വരുന്നുണ്ട് എല്ലാം ഓക്കെ ആണെങ്കിൽ പോലും ചില കോയിൻസ് ബേസ് സപ്പോർട്ട് പൊട്ടിച്ച് കഴിഞ്ഞ് ഡൗൺ ആവുന്നുണ്ടെങ്കിൽ പിന്നെ അത് ഒഴിവാക്കണം. അത് പിന്നെ ബിയർ മാർക്കറ്റിൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല. ബിയർ മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള റേറ്റിനെ അങ്ങാടി പകുതിയും കൂടി ആവും. ചില ആൾക്കാർക്ക് ഒരു തോട്ടുണ്ട് ഈ കോയിൻസ്, എല്ലാ കോയിൻസിലും ചില കോയിൻസ് ചിലപ്പോൾ അതിൻ്റെ ഹെവി ലോലാണ് ഉള്ളത്, പക്ഷെ ചില കോയിൻസ് അതിൻ്റെ മിഡ് റേഞ്ചിലാണ് ഉള്ളത്. ആ കോയിൻസ് ഇതായിരിക്കും ഏറ്റവും ലോ അങ്ങനെ വിചാരിക്കേണ്ട. ബിയർ മാർക്കറ്റിൽ ചിലപ്പോൾ അതിലും ലോയിലേക്ക് പോകും. അപ്പോൾ നമ്മൾ അതിൽ ഏതെല്ലാം ഒഴിവാക്കേണ്ടത്, ഏതെല്ലാം കീപ്പ് ചെയ്യേണ്ടതെന്നൊക്കെ ഇമ്പോർട്ടൻസ് കാര്യമാണ്. ഡൗട്ടുകൾ ക്ലിയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ബൈ.